റിട്ടയർ ചെയ്ത സ്പെഷ്യൽ സെക്രട്ടറിയാണ്. അതിനേക്കാൾ ഉപരി അദ്ദേഹം നല്ലൊരു സാഹിത്യകാരനാണ്, കവിയാണ്, പ്രഭാഷകനാണ്, കോളമിസ്റ്റ്, എല്ലാ നിലയിലും പ്രശോഭിക്കുന്ന ഒരാളാണ്. നമ്മുടെ അദ്ദേഹത്തിൻ്റെ പ്രസംഗം കേട്ടാൽ, ഞാൻ യൂട്യൂബിലെ കേട്ടു, നേരിട്ട് കേട്ടിട്ടില്ല. നമ്മുടെ പ്രൊഫസർ സുകുമാർ അഴീക്കോട് മാഷിൻ്റെ പ്രസംഗം കേട്ടാൽ എങ്ങനെയിരിക്കും, അതിനെ അനുകരിക്കുന്നതും പറയില്ല, ആ ലെവലിലേക്ക് അദ്ദേഹം വരുന്നുണ്ട്. അതിനേക്കാളും മെച്ചപ്പെട്ട ഇത് ഉയർന്നു പോകുന്ന ഒരു സാഹിത്യകാരൻ, പ്രഭാഷകനാണെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. അദ്ദേഹത്തെ ഞാൻ നേരത്തെ സ്വാഗതം ചെയ്തു. അദ്ദേഹത്തിൻ്റെ പ്രസംഗം കേൾക്കാമെന്ന് എല്ലാവരും സ്വാഗതം ചെയ്യുന്നു. അദ്ദേഹത്തെ ഞാൻ പ്രത്യേകം ആത്മാർത്ഥമായിട്ട് സ്വാഗതം ചെയ്യുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഏറെ ഇഷ്ടപ്പെടുന്ന എഴുത്തുകാരൻ, ഒരേ കാലഘട്ടത്തിൽ എന്ന് ഞാൻ പറയുന്നില്ല, ഇവിടെയോ വെച്ച് ഒരുമിച്ച് ഒരേ പ്രസിദ്ധീകരണത്തിൽ ഒരേ കാലത്ത് എഴുതാനൊക്കെ ഭാഗ്യം കിട്ടിയ എഴുത്തുകാരൻ തന്നെയുമല്ല. ആ സമയത്ത് അദ്ദേഹത്തിന്റെ കഥകൾ ഞാൻ വളരെ കൗതുകപൂർവ്വം വായിക്കുകയും ഉൾക്കൊള്ളിച്ചു. അദ്ദേഹം എന്നെ നല്ല പലരെയും അമ്പരപ്പിച്ചുകൊണ്ട് ഒരു പുസ്തകം എഴുതി, നോവൽ, വളരെ അധികം പേജുകളുള്ള പുസ്തകം, പഞ്ചശരം എന്നാണ് അതിന്റെ പേര്. ആ പുസ്തകത്തെ കുറിച്ച് ഒരു ചർച്ച സംഘടിപ്പിക്കും നമ്മുടെ ജോസഫ് മുണ്ടശ്ശേരി ഹാളിലായിരുന്നു. എന്തുകൊണ്ടെന്നറിയില്ല, അദ്ദേഹം എന്നോട് അവിടെ മുഖ്യപ്രഭാഷണം നടത്താൻ ആവശ്യം. പുസ്തകവും തപാലിലാണ് അയച്ചത്. ഞാൻ ഈ പുസ്തകം തുറന്ന ആദ്യത്തെ പേജും ആദ്യത്തെ ഖണ്ഡികയും ആദ്യത്തെ അധ്യായവും വായിച്ചപ്പോൾ ഒരു പ്രത്യേകമായ അവസ്ഥയിൽ വായനക്കാരനെത്തുന്ന മുനിമാരും നുകരാത്ത സുഖചക്രവാളം എന്നൊക്കെ പറയുന്നത് അധികമല്ലാത്ത വിധത്തിലുള്ള ഒരു അവസ്ഥയിൽ ചെന്നെത്തുകയും. കാരണം നമ്മുടെ കാലഘട്ടമല്ല, നമ്മുടെ ഒരു ലാൻഡ്സ്കേപ്പ് അല്ല, വേറെ ഒരു കാലവും ചിത്രവും ചരിത്രവും എല്ലാം പോട്ടെ, അതില് ആരെയാണ് പ്രതിപാദിച്ചിരിക്കുന്നത്? ധാരാളം നമ്മൾ കേൾക്കുകയും കേൾക്കുക മാത്രം ചെയ്യുകയും ചെയ്ത ഒരു വ്യക്തിപ്രഭാവമുള്ള മഹാവ്യക്തിത്വം, അദ്ദേഹത്തെ കുറിച്ചാണ് പുസ്തകം. അദ്ദേഹത്തിന്റെ ജീവിതമാണ് ആ പുസ്തകം. അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ സംഭവ പരമ്പരകളും അദ്ദേഹം സഞ്ചരിച്ച യാത്രാപഥങ്ങളും സ്ഥലരാശികളും ഒക്കെയാണ് ആ പുസ്തകം. അതിങ്ങനെ വായിച്ചു വായിച്ചു പോകുമ്പോൾ നമ്മുടെ മനസ്സിൽ, നമ്മുടെ വായനയിൽ, നമ്മുടെ വായന സൃഷ്ടിച്ച ചില ഗോപുരങ്ങൾ, ചില ആളുകളുടെ നോവലുകൾ, സ്വദേശവും വിദേശവുമായ, സ്വദേശിയും വിദേശിയുമായ പുസ്തകങ്ങൾ, നോവലുകൾ, അതൊക്കെ ഇങ്ങനെ ദന്തഗോപുരങ്ങൾ പോലെ, താജ്മഹലുകൾ പോലെ മനസ്സിലിങ്ങനെ ഉയർന്നു നിൽക്കുമ്പോൾ, ഒരു വിമാനത്തിൽ നമ്മളിങ്ങനെ ടേക്ക് ഓഫ് ചെയ്യുന്ന സമയത്ത് പലതും പലതും താഴ്ന്ന്, അവിടുത്തെ മേഘജാലങ്ങളും താഴ്ന്ന്, അതിനു മുകളിലേക്ക് ട്രോപ്പോസ്ഫിയർ എന്നും സ്ട്രാറ്റോസ്ഫിയർ എന്നും എക്സോസ്ഫിയർ എന്നും അയനോസ്ഫിയർ എന്നും ഒക്കെ പറയുന്ന പോലെ അത്രയും ഉയരങ്ങളിൽ എത്തിയില്ലെങ്കിലും പലതും പലതും താഴ്ന്ന് താഴ്ന്നു പോകുന്ന ഒരു ടേക്ക് ഓഫ് ഉണ്ട്. ആ ടേക്ക് ഓഫ് സംഭവിക്കുകയായിരുന്നു എന്നെ സംബന്ധിച്ച്. എന്നെയും കൊണ്ട് ഉയരങ്ങളിലേക്ക് പറക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ആ പുസ്തകത്തെ കുറിച്ച് പറയാൻ ഒരു ആവശ്യം തോന്നി. കാരണം വാത്സ്യായനന്റെ ജീവിതമാണ്. ഈ വാത്സ്യായനന്റെ ജീവിതം എവിടെയും ഇല്ല. അദ്ദേഹം ജീവിച്ചിരുന്ന കാലഘട്ടം, അദ്ദേഹം ഇടപെട്ടിരുന്ന ആളുകൾ, അദ്ദേഹത്തിന്റെ ജീവിത പശ്ചാത്തലം, ബന്ധങ്ങൾ, ഇതൊന്നും എങ്ങും എന്നും എങ്ങും രേഖപ്പെടുത്തിയിട്ടില്ല. എത്ര ഗഹനമായ, ദീർഘമായ, പ്രയത്നപൂർണമായ റിസർച്ച് വേണ്ടി വന്നിരിക്കും. തന്നെയുമല്ല, എന്നെ അത്ഭുതപ്പെടുത്തിയ ഭാഷയാണ്. ഭാഷ പൂക്കുന്നു, വികാരം തളർക്കുന്നു, ഭാവനയ്ക്ക് പുളകം കിളിർക്കുന്നു, നമ്മുടെ മനസ്സിൽ അലിഞ്ഞു ചേരുന്നു. ആ വിധത്തിൽ ഒരു പ്രത്യേക ഭാഷ, ക്ലാസിക് എന്ന് വിശേഷിപ്പിക്കാവുന്ന ഭാഷയിൽ അദ്ദേഹം അത് എഴുതിയിരിക്കുന്നു. വലിയൊരു കണ്ടെത്തൽ അദ്ദേഹം അതിൽ കണ്ടെത്തിയിരിക്കുന്നു, സ്ഫോടനാത്മകമായ കണ്ടെത്തൽ. ഞാൻ ആ ഭാഗത്തൊക്കെ എത്തിയപ്പോൾ പുസ്തകം മടക്കി വെച്ചു, അതിന്റെ ഷോക്ക് ഒന്ന് മാറാൻ. അതൊന്നുമല്ല, നിങ്ങൾ വായിച്ചവരാണെന്ന് എനിക്ക് തോന്നുന്നു, അല്ലേ?
വാത്സ്യായനൻ ഷണ്ടനായിരുന്നു. ചെറിയ കാര്യമാണ്. വാത്സ്യായനെ കുറിച്ച് നമ്മൾ എന്താണ് വിചാരിച്ചത്? അത് എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്? ഈ പുള്ളി ഇങ്ങനെയായിരുന്നു, വെറുതെ പറയുകയല്ല, അത് സമർത്ഥിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഞാനിപ്പോ അതിനെക്കുറിച്ച് അല്ലല്ലോ പറയേണ്ടത്, അദ്ദേഹത്തിന്റെ കഥകളെ കുറിച്ചാണ്. ഈ കഥകൾ നിങ്ങൾ വായിച്ചിരിക്കും, വായിക്കാത്തവർ ഇപ്പോൾ കേട്ടിരിക്കും. ഈ കഥകൾക്ക് ഒരുപാട് പ്രത്യേകത. സാധാരണ നമ്മൾ ഈ കഥാകൃത്തുക്കളുടെ ലബ്ധപ്രതിഷ്ഠരായ, അങ്ങനെയാണല്ലോ പറയുന്നത്, ലബ്ധപ്രതിഷ്ഠരായ കഥാകൃത്തുക്കളുടെ ആവട്ടെ കവികളുടെ ആവട്ടെ, അവര് ലബ്ധപ്രതിഷ്ഠ നേടി എന്നതിന്റെ തെളിവെന്താണ്? അവരുടെ പുസ്തകത്തിൽ നിന്ന് ഒരു പേജ് അടർന്ന് റോഡിൽ കിടന്ന അതെടുത്ത് നോക്കുന്ന ഒരു വായനക്കാരനെ സംബന്ധിച്ചു, മറ്റേ അദ്ദേഹത്തിന്റെ ആണല്ലോ, ഗോപി സാറിന്റെ രചനയാണല്ലോ, കവിതയാണെങ്കിൽ ആ കവിയെ കണ്ട് തിരിച്ചറിയും അല്ലെ? വരുമോ കുങ്കുമം തൊട്ട സാന്ധ്യശോഭഗണക്കവൾ എന്നാൽ 2 വരി കിട്ടിയാൽ മതി, അതിന്ന കവിയാണെന്ന് പറയും. ആ കാമ്യമാമി നഭസി ഒരു കാർകൊണ്ടൽ ചെന്നു കയറും, ലോകമേ നിൻ ജഡനത്തിൽ ഇല്ല ഏകാഗ്രത വിടണം എന്ന് പറഞ്ഞാൽ ആ വരി കിട്ടിയാൽ വായിച്ചിട്ടുള്ളവർക്ക് അറിയാവുന്നതാണ്. ഇദ്ദേഹത്തിന്റെ ഇതിലെ ഓരോ കഥയും ഓരോ തലത്തിലാണ്, ഓരോ തരത്തിലാണ്, ഓരോ വിധത്തിലാണ്. അതിന്റെ അവതരണം, അതിന്റെ ഭാഷ, അതിന്റെ പ്രമേയം, അതിന്റെ ശൈലി എല്ലാം ഭിന്ന ഭിന്നങ്ങൾ. പ്രതിജന ഭിന്നം എന്ന് പറയുന്നത് പോലെ അത് വ്യതിരിക്തം. അത് അങ്ങനെ ആയത് ഒരുപക്ഷെ എഴുതി തുടങ്ങുന്നവർക്കും അങ്ങനെ വരാം. പക്ഷെ ഇതല്ല. ഇത് ഓരോ കഥ എഴുതുമ്പോഴും അതിലേക്ക് വേണ്ടിയുള്ള മാനസികമായ തയ്യാറെടുപ്പ് കൊണ്ട് അതിനെ സൃഷ്ടിച്ച് അതിനെ ഏകദേശം അതിന്റെ പൂർണ്ണതയിൽ എത്തിക്കുകയും ചെയ്തു. ഈ പടിഞ്ഞാറൻ നാട്ടിലെ നോവലിസ്റ്റുകളൊക്കെ ഒരു നോവൽ എഴുതിയാൽ അവരൊരു യാത്ര പോയിട്ട് യാത്ര ചെയ്യുന്നത് ഉല്ലാസയാത്ര, 3-4 മാസങ്ങൾ അല്ലെങ്കിൽ അതിൽ കൂടുതൽ സമയം ചെലവഴിച്ച് അവരുടെ മനസ്സിൽ നിന്ന് ഈ എഴുതിയ നോവലിലെ കഥാപാത്രങ്ങളും കഥാസന്ദർഭങ്ങളും എല്ലാം നിശേഷം വായിച്ചു. പിന്നെ ഒരർത്ഥം. അപ്പൊ ആ നോവലിൽ ഇതിന്റെ കൊട്ടോ പൊടിയോ ആട് കിടന്നിടത്തൊരു കൂടെയെങ്കിലും കാണണമെന്ന് പറഞ്ഞില്ല, അങ്ങനെയുള്ള ഒന്നും കാണത്തില്ല. ക്ലീൻ സ്ലേറ്റ്. നമ്മളൊരു കാര്യം മനസ്സിലാക്കാറുള്ളത്, ഇത് അദ്ദേഹത്തിന്റെ ആദ്യത്തെ കഥയാണെന്നല്ലേ, ആദ്യത്തെ കഥകളാണെന്നല്ലേ സമാഹാരമാക്കുന്നത് ആദ്യമായി. ഇന്ന് എഴുതി തുടങ്ങി ഒരു 8 മാസം കഴിയുമ്പോൾ തന്നെ 8 പുസ്തകം പ്രസിദ്ധീകരിക്കും. ഇന്നാളൊരിടത്ത് 7 പുസ്തകം ഒരുമിച്ച് പ്രസിദ്ധീകരിച്ചു. പുസ്തകമോ 50 പേജല്ലേ 50. എന്നോടൊരാൾ ചോദിച്ചു, സാർ എത്ര പുസ്തകം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്? ഞാനങ്ങനെ ഒരുപാട് പുസ്തകം പ്രസിദ്ധിച്ചില്ല, എങ്കിലും 10-12 പുസ്തകം പ്രസിദ്ധീകരിച്ചു. 10-40 പുസ്തകത്തിലുള്ള മാറ്ററൊക്കെ കഥകളായിട്ടും അല്ലാതെയും ഒക്കെ ഇരിക്കുന്നു. എനിക്ക് പലതുകൊണ്ടും എൻ്റെ ഉഴപ്പ് കൊണ്ട് തന്നെ ഒന്നും നടന്നില്ല. അപ്പോ ഈ പരിചയപ്പെടുന്ന സാഹിത്യകാരന്മാര് പരിചയപ്പെടുന്നത് ഇപ്പൊ എങ്ങനെയാണ്? പണ്ട് നമ്മൾ പരിചയപ്പെടുമ്പോൾ ചോദിക്കില്ല, ആട്ടെ എവിടെ താമസിക്കുന്നു, എത്ര കുട്ടികളുണ്ട്, അല്ല എന്ത് ചെയ്യുന്നു എന്നൊക്കെ ചോദിക്കില്ല. സാഹിത്യകാരന്മാർ ചോദിക്കുന്നത് പുതിയ സാഹിത്യകാരന്മാർ, പഴയല്ല. അപ്പൊ ഞാനിതുപോലെ ഉദ്ഘാടനത്തിനോ അധ്യക്ഷനായിട്ടോ മുഖ്യ പ്രഭാഷണത്തിനോ പോകുമ്പോൾ ഒന്ന് പരിചയപ്പെട്ടു എത്ര പുസ്തകം പ്രസിദ്ധീകരിച്ചു പറഞ്ഞു. അങ്ങനെ അധികമൊന്നും പ്രസിദ്ധീകരിച്ചില്ല, ഞാൻ 14 പ്രസിദ്ധീകരിച്ചു. ഏതാണ് ഈ 50 പേജുള്ള, അതോ അതിന്റെ 8ാമത്തെ എഡിഷനാണ്. 8ാമത്തെ എഡിഷൻ എന്നൊക്കെ പറഞ്ഞാൽ സങ്കല്പിക്കാനാണ്. ചങ്ങമ്പുഴയുടെയും സങ്കീർത്തനം പോലെയൊക്കെ ഒരുപാട് എഡിഷൻ വന്നു. ഒടുവിലല്ലേ അറിയുന്നത്. ഫസ്റ്റ് എഡിഷൻ 24 രൂപ, സെക്കൻഡ് എഡിഷൻ 26 രൂപ. ഞങ്ങളുടെയൊക്കെ കാലത്ത് എന്ന് പറഞ്ഞാല് ഇച്ചിരി മുമ്പേ
5000 കോപ്പിയാണ് ഒരു എഡിഷൻ. ചിലർ പിന്നെ അത് 3000 കോപ്പിയാണ്. 2000 കോപ്പിയായി, 2000 കോപ്പി എഡിഷൻ, 2000 കോപ്പീസ് എന്ന് എഴുതുന്നതിനെ നമ്മൾ വളരെ ഇതായിട്ടാണ് കാണുന്നത്. 2000 കോപ്പി എഡിഷൻ, 5000, 2000 കോപ്പിയിലേക്ക് എത്തുമ്പോൾ 40 എഡിഷൻ. ഈ ഒരു കാലത്ത് അത്തരം എഡിഷനുകളിലേക്ക് അദ്ദേഹം പോയില്ല. അദ്ദേഹം ഇപ്പോഴാണ് നടക്കുന്നത്. പുസ്തകത്തിന്റെ വലിപ്പം തന്നെ, ഇതിൽ പുസ്തകത്തിന്റെ വലിപ്പത്തിന് അപ്പുറത്താണ് ഓരോ കഥയുടെയും വലിപ്പം എന്ന് പറയാൻ എനിക്ക് അമിതമായ സന്തോഷവും അഭിമാനവും. എന്ന് പറഞ്ഞാൽ അദ്ദേഹം എഴുതി തുടങ്ങിയിട്ട് 50 or 60 വർഷങ്ങൾ, 60 എഴുത്തിന്റെ ഇനിയിപ്പോ അതിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകേണ്ട ആളുകൾ. എന്തായാലും 10-40 വർഷത്തെ എഴുത്തിന് ശേഷം ഇപ്പോഴാണ് ആ കഥകളെ സമാഹരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ 40 വർഷം കൊണ്ട് ഇത്ര കഥയെ എഴുതിയോളൊന്നല്ല എന്റെ അർത്ഥം. അതേ ഒരുപാട് കഥകൾ എഴുതി, പ്രാതിനിധ്യ സ്വഭാവമുള്ള കഥകളാണ്. നമ്മളിപ്പോ ഇപ്പോഴത്തെ പുതിയ എഴുത്തുകാരൊക്കെ എത്ര പേജ് വേണം? ഞാൻ പറഞ്ഞു ഒരു 200 പേജെങ്കിലും വേണം. അയ്യോ പ്രസാദം പറഞ്ഞു 50 പേജ് കൂടുതലാണ് ആരും വാങ്ങുന്നില്ല. 50 പേജിന് 150 രൂപയാണ് വില. അപ്പൊ 200 പേജാണ് എത്ര രൂപയാവും? അതൊന്നും വാങ്ങത്തില്ല. അത്രയും ആക്കാൻ വേണ്ടി എഴുതി നിറയ്ക്കുകയും ഇതേപോലെയുള്ള അനവധി പുസ്തകങ്ങൾക്കുള്ള കഥകൾ ഉണ്ടായിരിക്കെ അതിൽ നിന്ന് തിരഞ്ഞെടുത്ത കഥകളെന്ന് പറഞ്ഞിട്ടുമില്ല. നോക്കണം അദ്ദേഹത്തിന്റെ മനസ്സിന്റെ ആ വിശാലത. ഇരവിയുടെ കഥകളിലെ പ്രാതിനിധ്യ സ്വഭാവമുള്ള പല കാലഘട്ടങ്ങളിൽ എഴുതിയ പല സഞ്ചാരപഥങ്ങളിലൂടെ മനസ്സ് കടന്നുപോയതിന്റെ മുദ്രകളാണ് കഥകൾ. അതുകൊണ്ട് തന്നെയാണ് ഈ കഥകൾ ഭിന്നങ്ങൾ തന്നെയാണ്. അതിലെ ആദ്യത്തെ കഥയുണ്ട്, ചുവന്ന കുടയും പിടിച്ചു വരുന്ന ആൾ. അതിലെ അത് എഴുതാൻ പറ്റും, ചുവന്ന കുടയും പിടിച്ചു വരുന്ന. അത് ഈ മറ്റ് കഥകളിൽ നിന്നെല്ലാം ഭിന്നം. അത് സിംബോളിക് ആണോ, ഫാന്റസി ആണോ, എന്താണോ? അതായത് ഒരു കാനന പാതയിലൂടെ അദ്ദേഹം ഇങ്ങനെ ഒറ്റയ്ക്ക് കാർ ഓടിച്ചു വരും. ചൊരിയുന്ന മഴ, കൊടുക്കും മഴ. ആ മഴയത്ത് 2 കുട്ടികൾ ഒറ്റയ്ക്ക്, 7-8 വയസ്സ് പ്രായമുള്ള 2 കുട്ടികൾ ഒറ്റയ്ക്ക് നിൽക്കും. അദ്ദേഹം കാർ നിർത്തി. കാനന പാതയാണെന്ന് നോക്കണം, പാതി രാത്രിയാണെന്ന് നോക്കണം, രാത്രി സമയമാണെന്ന് നോക്കണം. മഴ തുടർച്ചയായിട്ട് ശക്തിയായിട്ട് പെയ്യുകയാണെങ്കിൽ കാർ നിർത്തി, എന്താ കുട്ടികളെ നിങ്ങളുടെ ആയിപ്പോയത്, വരൂ കയറാം. അവര് പറഞ്ഞില്ല, ഞങ്ങൾ വരുന്നില്ല, ഞങ്ങളെ കൊണ്ടുപോകാൻ ചുവന്ന കുട പിടിച്ച ഒരാൾ വരും. ചുവന്ന കുടയും ഈ രാത്രി. അയാളൊക്കെ ഒന്നിൽ വന്നു പോയി കാണും, അല്ലെങ്കിൽ വരില്ല. രാത്രി ഇത്രയും ആയിട്ട് കുട്ടികൾ കയറിക്കൊള്ളു, നിങ്ങളെ ഞാൻ വീടെത്തിക്കാം. കുട്ടികൾ പറഞ്ഞില്ല, അദ്ദേഹം വരും, ചുവന്ന കുടയുമായി വരും, ഞങ്ങൾ അദ്ദേഹത്തിന്റെ കൂടെ പോകുന്നുള്ളൂ എന്നാണ് പറയും. അദ്ദേഹം വീട്ടിലെത്തി, മനസ്സ് കേൾക്കുന്നില്ല. ഒരു സുഹൃത്തിനെ വിളിച്ചു പറഞ്ഞു. അപ്പോ സുഹൃത്ത് പറഞ്ഞു, സുഹൃത്തിന്റെ പേരുണ്ട് ഓർക്കുന്നില്ല, ഭരതൻ പറഞ്ഞു, അത് നമ്മൾ കണ്ടത് ഏതെങ്കിലും യക്ഷിയായിരിക്കും, പ്രേതമായിരിക്കുന്നതാണ്. പ്രേതങ്ങൾ ഇങ്ങനെ ചുവന്ന കുടയാണ്. അദ്ദേഹത്തിന് പ്രേതത്തെ കുറിച്ചൊക്കെ നല്ല കഴിക്കും. ചുവന്ന കുടയാണ്, പ്രേതമല്ല എങ്കിൽ തട്ടിപ്പായി. എന്തായാലും ഈ ഭരതനെയും കൊണ്ട് തിരിച്ചു വന്നു. പാതിരാത്രിയായി. കുട്ടികൾ അവിടെ നിൽക്കുന്നു, മഴ പെയ്തുകൊണ്ടിരിക്കുന്നു. ഒരു ചുവന്ന കുടയും കൂടെ സംഘടിപ്പിച്ച അതേ ചോദ്യമില്ല, അന്ന് രാത്രി പുള്ളി എവിടെ നിന്നാണ് ഈ ചുവന്ന കുട? അതൊന്നും എന്നോട് ചോദിക്കും, അദ്ദേഹത്തോട് ഒട്ടും ചോദിക്കരുത്. ചുവന്ന കുടയായിട്ടാണ് വന്നത്. ഈ ചുവന്ന കുട കൊണ്ട് ഭരതൻ ഇറങ്ങി, ചുവന്ന കുട കൊണ്ടുവന്നു കയറി പറയുന്നു, ഞങ്ങളെ കൊണ്ടുപോകുന്ന ചുവന്ന കുടയുള്ള ആള് കാറിലല്ല, കാറിലേ വരും. പ്രശ്നമായി. ദേഷ്യം വന്നു ഭരതന്. കുട്ടികളെ വിരട്ടി. അപ്പൊ അദ്ദേഹം
ഭരതനെ പിടിച്ചു മാറ്റിയിട്ട് സ്നേഹത്തോടെ പറഞ്ഞു. എന്ത് പറഞ്ഞിട്ടും കുട്ടികൾ കേൾക്കുന്നില്ല. അപ്പോഴുണ്ട് കൊടുങ്ങരെ മഴ ശമിക്കുന്നു, കാറ്റ് നിലയ്ക്കുന്നു, ശാന്തമായൊരു കാറ്റ് വീശുന്നു. കുട്ടികൾ മുകളിലേക്ക് പ്രതീക്ഷയോടെ നോക്കുമ്പോൾ കിഴക്കൻ മലയിറങ്ങി ചുവന്ന കൂടെയുള്ള ഒരാൾ വരുന്നു. ദാ വരുന്നു, നമ്മുടെ ആള് ദാ വരുന്നു എന്ന് കുട്ടികൾ പറയുന്നിടത്ത് ഈ കഥ അവസാനിക്കുന്നു. എത്ര മനോഹരമായ കഥ! ഈ കഥ ചില കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിലേക്ക് പകരുന്നില്ലേ? ഒന്നാമത്തെ കഥ ഞാൻ ആലോചിച്ചതിനാണ് ഒന്നാമത്തെ കഥയായിട്ട് കൊടുത്തത്. ഇത് ഒന്നാമത്തെ കഥയായിട്ട് കൊടുത്തത് അത്ര നിങ്ങൾ വിചാരിക്കുന്ന പോലെ അത്ര മോശക്കാരനല്ല ഞാൻ ഈ കഥയിൽ വെച്ച് മനസ്സിലാക്കിക്കൊള്ളു എന്ന് പറയാൻ വേണ്ടി തന്നെ. പിന്നെ ഉള്ള കഥ അങ്ങനെയല്ല. പരസ്യ കാമുകൻ അടുത്ത കഥ. പരസ്യ കാമുകൻ കേട്ടപ്പോഴേ ഞാനൊന്ന് ആലോചിച്ചു, ഏതെങ്കിലും കാമുകൻ പരസ്യമായിട്ട്? കാമുകൻ എന്ന് പറഞ്ഞാല് രഹസ്യമാണ്. അയാളുടെ നടപടിക്രമങ്ങളെല്ലാം അതിലും രഹസ്യമായിട്ടാണ്. രഹസ്യ വാഴ്ച എന്നല്ല വാക്കെന്ന് എനിക്കറിയാമെങ്കിലും പറയട്ടെ, അങ്ങനെയല്ലേ പറയും. അപ്പോ ഇയാള് പരസ്യമായിട്ട് ഇതൊക്കെ ചെയ്യണമെങ്കിൽ ഇയാൾ ആരായിരിക്കണം എന്ന് പറഞ്ഞാൽ കഥ തുടങ്ങി. സംഭവം പരസ്യത്തിന്റെ കാമുകൻ, പരസ്യം ഇഷ്ടപ്പെടുന്നവരാണ്, പരസ്യവാചകങ്ങളെ ഇഷ്ടപ്പെടുന്നവരാണ്, ക്രമേണ പരസ്യ സാഹിത്യത്തിന്റെ വക്താവായി തീർന്ന ഒരാൾ. നോക്കണം, ഒരു ആരും ചിന്തിക്കാത്തവേ പരസ്യങ്ങളാണ് എനിക്ക് ഇഷ്ടം. അപ്പൊ അതിലെഴുതിയിരിക്കുന്നു ഇങ്ങനെ പരസ്യത്തെ സ്നേഹിക്കുന്ന പലരും ഉണ്ട്. ദശമൂലാരിഷ്ടത്തെ സ്നേഹിക്കുന്ന നാട്ടിലെ ഒരാൾ അതിലെ അഷ്ടവർഗത്തെ കുറിച്ചും അതിലെ ചേർത്തിരിക്കുന്ന രാക്ഷത്തെ കുറിച്ചും എല്ലാം വീണ്ടും വീണ്ടും പരസ്യത്തിൽ എഴുതിയിരിക്കുകയാണ്. ഇതിൽ അഷ്ടവർഗങ്ങൾ അരച്ചു കലക്കിയിട്ടുണ്ട്. ഇത് ഉന്മേഷറായാണ്. ഈ പരസ്യം ഡെയിലി 3 നേരം വായിക്കുക. എന്തുകൊണ്ടെന്നാൽ അങ്ങനെയെങ്കിലും ആ മോഹം നിറവേറ്റാണ്. ദശമൂലാരിഷ്ടം കുടിക്കുന്ന എഫക്റ്റാണെന്നാണ് ഈ പറയുന്നത്. അപ്പോ ഞാനും എന്റെ പോയകാല പരസ്യ സ്മരണകളിലേക്ക് പോയി. ഇതെല്ലാം പരസ്യങ്ങളാണ്. സിഗരറ്റിന്റെ പരസ്യം, പനാമയുടെ പരസ്യം. We make it good. Millions make it hate. We make it good. നമ്മൾ നന്നായിട്ട് ചെയ്യുന്നു, പക്ഷേ ലക്ഷക്കണക്കിന് ദശലക്ഷക്കണക്കിന് ആളുകൾ ഇതിനെ മഹത്തരമാകുന്നു. നല്ല വാചകമാണ്. ഈ പരസ്യം എഴുതുന്നവരെന്ന് പറഞ്ഞാൽ വലിയ സാഹിത്യകാരന്മാരാണ്. കാരണം മിനിമം വേർഡ്സിൽ മാക്സിമം എക്സ്പ്രഷൻ. പരസ്യം എന്ന് പറഞ്ഞാൽ 2 പേജ് എഴുതി വെച്ച് ആരെങ്കിലും വായിക്കും. പരസ്യം മിനിമം. എന്റെ മനസ്സിൽ ഇപ്പോഴും പരസ്യപ്പെട്ട് നിൽക്കുന്ന ഒരു പരസ്യമുണ്ട്, മനസ്സിൽ നിൽക്കുന്ന ഒരു പരസ്യം. നിങ്ങൾക്ക് ഓർമ്മ വരും. നിങ്ങളുടെയൊക്കെ ശിരസ് കണ്ടിട്ട് നിങ്ങൾ ഓർമ്മ കാണണം. എവിടെയുണ്ട് ലൈഫ് ബോയ്? എവിടെയുണ്ട്? കാര്യമുണ്ടോ? ഒരു കട്ട സോപ്പ്, അതും മേലത്തേക്ക് അത്ര പറ്റിയതല്ല. അതൊക്കെയാണ് ചോദിക്കുന്നത്. ചുവന്ന സോപ്പ്, സ്ക്വയർ ചതുര സോപ്പ്. എവിടെയുണ്ട് ലൈഫ് ബോയ് അവിടെയുണ്ട് ആരോഗ്യം. ഏതിന് ചേർത്തുകൂടാ? ഏത് കഷായത്തിലും ഏത് പുതിയ മരുന്നിന് അല്ലേ, എല്ലാത്തിനും ചേർക്കാം. പക്ഷെ ലൈഫ് ബോയ്ക്ക് വേണ്ടി ആരും അത്. പക്ഷെ നമ്മുടെ ദിവാകരൻ എന്നാണ് കഥാപാത്രത്തിന്റെ പേര്. ദിവാകരൻ പറയുന്നത് ഈ പരസ്യം എന്ന് പറയുന്ന പോസിറ്റീവാണ്. പരസ്യം നമുക്ക് എൻതൂസിയാസം നൽകും. പരസ്യം നമ്മളെ എക്സൈറ്റ് ചെയ്യാം, എനർജറ്റിക് ആകും, എക്സലന്റ് ആകും. പരസ്യം. വേറൊരു പരസ്യമുണ്ട്, ഈ പുകവലിക്കെതിരെ ഒരു പരസ്യമുണ്ട്. നമ്മൾ സന്തോഷമായിട്ട് കുറിച്ച് സെക്കൻഡ് ഷോ ആണല്ലോ, ഫസ്റ്റ് ഷോ ആണല്ലോ, സിനിമയ്ക്ക് പോകുമ്പോൾ പുകവലി നിങ്ങളെ കാർന്നു തിന്നും, വലിയ വില കൊടുക്കേണ്ടി വരും എന്നൊക്കെ പറയുമ്പോൾ പുകവലിക്കാരാണ് ഇരിക്കുന്നതെങ്കിൽ മൂടോഫ്. പുകവലിക്കുന്ന ബന്ധുവുള്ള ആളാണ്, തൊട്ടടുത്തിരിക്കുന്ന അച്ഛൻ പുകവലിക്കാരനാണെങ്കിൽ മക്കളും അല്ലാതെ. ഭർത്താവ് പുകവലിക്കാരാണെങ്കിൽ നിങ്ങൾ വലിയ വില കൊടുക്കുക, കാർന്നു തിന്നുന്നു എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ ഫോട്ടോ എടുക്കുന്നു. അപ്പോൾ പുള്ളി ഓഫ് ചെയ്ത് വെച്ച മൊബൈൽ ഓൺ ചെയ്യും. അങ്ങനത്തെ പരസ്യം, നല്ല നല്ല രസകരമായ പരസ്യങ്ങളെ ഇഷ്ടപ്പെടുന്ന പരസ്യ സാഹിത്യത്തെ സ്നേഹിക്കുകയും അദ്ദേഹം മുന്നോട്ട് പോവുകയും പരസ്യവാചകങ്ങളെ മനസ്സിൽ തലോലിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ പരസ്യത്തെ കുറിച്ച് അത് പരസ്യത്തെ സ്നേഹിക്കുന്ന ഒരാളുണ്ടെന്ന് പരസ്യപ്പെട്ടിട്ട് പരസ്യത്തെ കുറിച്ച് സംസാരിക്കുവാൻ സെമിനാർ ഉദ്ഘാടനം ചെയ്യാനൊക്കെ ഇദ്ദേഹത്തെ വിളിക്കാം. പക്ഷെ പുള്ളി അതൊന്നും ചെയ്തില്ല. പരസ്യത്തെ കുറിച്ച് എഴുതാൻ അദ്ദേഹത്തെ കുറിച്ച് ഫീച്ചറുകൾ വരാൻ തുടങ്ങി. അങ്ങനെ ഇരിക്കുമ്പോൾ ആണ് അദ്ദേഹം ആ പരസ്യം, സിഗരറ്റിനെ കുറിച്ചുള്ള പരസ്യം. ആ പരസ്യം, ആ സിഗരറ്റിന്റെ പേര് മേയർ എന്നാണ്. പുള്ളി പെട്ടെന്ന്
കാസ്റ്റിംഗ് ഷോ എന്നൊന്നും എഴുതാത്തില്ല. ആ, അതെ. കമ്പനിക്ക് എഴുതി ആ, അതെ. അത് പുതിയൊരു പേര് ഇട്ട മേയർ എന്നാണ് ആ സിനിമയുടെ പേര്. അല്ല, ആ സിഗരറ്റിന്റെ പേര്. അദ്ദേഹം പറയുന്നു, ഈ ദിവാകരനല്ലേ നമ്മുടെ കഥാപാത്രം, ദിവാകരന് ഈ മേയർ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട പേര് കേട്ടപ്പോഴേ പ്രഥമ ശ്രവണ പ്രണയം, പ്രഥമ ദൃഷ്ടി പ്രണയമല്ല, പ്രഥമ ശ്രവണ പ്രണയം. കാരണം അന്നൊക്കെ ഈ റേഡിയോയിലൊക്കെ കൂടെയുള്ള അനൗൺസ്മെന്റ് കാര്യം എന്താ കാര്യം എന്നറിയോ, അതാണ് ഇദ്ദേഹം ജനിച്ചത് മെയ് മാസത്തിലാണ്. സിഗരറ്റിന്റെ പേര് മേയർ. മാത്രമല്ല, മേയറിനെ കുറിച്ച് അത് എഴുതിയിരിക്കുന്നത് മദ്യപിക്കുന്ന സമയത്തും, ദിവാകരൻ മദ്യപിക്കുന്ന സമയത്തും വിരലുകൾക്കിടയിൽ അവൾ എരിഞ്ഞുകൊണ്ടേയും ഞാൻ തകർത്തു. സിഗരറ്റ് പെണ്ണ ആയിരിക്കും. അതിന്റെ ഷേപ്പും രൂപവും ഒക്കെ കണ്ടാൽ ഇങ്ങനെ നല്ല ഒതുങ്ങി, വെള്ള പാവാട അടിയിൽ കസവൊക്കെ ഉള്ളതുപോലെ ഈ ബോട്ടത്തിൽ ഇതൊക്കെ വെച്ചാൽ ആ സിഗരറ്റ് പെണ്ണായിരിക്കും. ഇത്രയും പ്രായമായിട്ട് എനിക്ക് അറിഞ്ഞില്ല. ഇതൊക്കെയാണ് നമ്മൾ വായിക്കണമെന്ന് പറയും, പുതിയ അറിവുകളാണ്. ഈ മേയറിനെ അദ്ദേഹം പെൺകുട്ടിയുടെ ആയതുകൊണ്ട്, സ്ത്രീയുടെ ആയതുകൊണ്ടാണെന്ന് അറിയൂടാ, ചെയിൻ സ്മോക്കറാണ്. വിട്ടില്ല, ഒന്ന് പോകുമ്പോ മറ്റൊന്ന്. അങ്ങനെ പല പരസ്യങ്ങളെ കുറിച്ച് പറഞ്ഞ കഥ ഇങ്ങനെ വായിച്ചു പോകുമ്പോ എന്താണ് ഈ കഥ? പരസ്യത്തെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കും, എന്താണ് ഈ കഥ? കുറച്ച് കഴിഞ്ഞപ്പോ എന്താ ഇങ്ങനെ ഈ ഒരു പ്രമേയം സ്വീകരിച്ചതെന്ന് പറയുമ്പോൾ, ഇദ്ദേഹത്തിന്റെ മകൻ വിദേശത്താണ്, അദ്ദേഹം നാട്ടിൽ വന്നപ്പോ നാട്ടിൽ വരുമ്പോഴ് വിദേശത്തുള്ള മക്കൾക്ക് കുറച്ച് സ്നേഹം കൂടും. അപ്പോ അമ്മ പറഞ്ഞു, അച്ഛൻ എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് ചുമയ്ക്കുന്നു, ചെയിൻ സ്മോക്കിംഗ് ആണ്. അപ്പോ മാം പറഞ്ഞു, ശരിയാണ്, ഞാനും ശ്രദ്ധിച്ചു. രാത്രിയൊക്കെ ഉറക്കമില്ലെന്ന് തോന്നുന്നു. സിഗരറ്റ് വലിക്കുന്ന ആളിന്റെ വീട്ടില് കള്ളം കയറില്ല എന്ന് പറയുന്നു. കാരണം കള്ളം വരുമ്പോ ഇവിടെ ഭയങ്കര വെടിവെച്ച ചുമയാണ്, ആളുണ്ടെന്ന് പറഞ്ഞു. മോൻ അച്ഛനെ ഒരു ടെസ്റ്റിന് ക്ഷണിക്കുന്നു. അദ്ദേഹം പറഞ്ഞു, അതിന്റെ ഒന്നും ആവശ്യമില്ല. അപ്പൊ ഇല്ല, നമുക്ക് വെറുതെ ഒരു ചെക്കപ്പിന് പോയി, ചെറിയ പ്രശ്നങ്ങൾ കണ്ടു, ഡോക്ടറെ കണ്ടു, അദ്ദേഹം ചില ഇതൊക്കെ കൊടുത്തു, ചുമയ്ക്കാതിരിക്കണമെങ്കിൽ വലിക്കാതിരിക്കണമെന്ന് പറഞ്ഞു. അദ്ദേഹം കാര്യമാക്കിയില്ല. പക്ഷെ ഭാര്യയും മകനും കാര്യമാക്കി. 2 മാസം കഴിഞ്ഞ് വീട്ടിൽ ചെന്നു, ചുമ കുറഞ്ഞിട്ടില്ല, ടെസ്റ്റുകളൊക്കെ നടന്നു. അദ്ദേഹം പറയുന്നത്, രോഗി മരിച്ചാലും ഡോക്ടറുടെ മുഖം നിർമ്മമമായിരിക്കും. ആ നിർമ്മമത്വത്തോടെ ഡോക്ടർ പറഞ്ഞു, എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാൻ RCCയിലേക്ക് എഴുതുകയാണ്, കുറെ ടെസ്റ്റുകൾ ഇനിയും വേണ്ടി വരും, എന്തായാലും ഇപ്പൊ വലിക്കുന്നില്ലല്ലോ. അദ്ദേഹം ഉടനെ തന്നെ പറഞ്ഞു, വലിക്കുന്നില്ല. അപ്പൊ ഭാര്യ സംശയിച്ചു നോക്കി, വീട്ടിൽ വന്നു, ആര് സംസാരിക്കുന്നു? അദ്ദേഹം പറഞ്ഞു, ഞാൻ അല്പം റെസ്റ്റ് എടുക്കുകയാണ്, അല്ലാതെ ടയർഡായി. മുറിക്കകത്ത് കയറി ബോൾട്ട് ഇട്ടു. എന്നിട്ട് ആ ചുവരിലേക്ക് നോക്കി. ആ ചുവരിൽ പഴയ നാടികമണി, വലിയ നാടികമണി അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ നിന്ന് കൊണ്ടുവന്ന കുടുംബസ്വത്താണ്. അതിന്റെ പെൻഡുലം ആടുന്നു. അദ്ദേഹം ആ നാടികമണിയുടെ അടുത്ത് നിമിഷം നോക്കി നിന്നുണ്ട്. ചതുരാകൃതിയിലുള്ള പല ചതുരങ്ങളായുള്ള ആ നാടികമണിയുടെ ജാലകം തുറന്നിട്ട് അതിലേക്ക് തന്റെ വലതുകൈ വയ്ക്കുമ്പോൾ ആ വലതു കൈക്കുള്ളിൽ അനൊക്കെ നെഞ്ചടിപ്പോടെയാണ് ഇത് വായിച്ചത്. RCC എന്നൊക്കെ വരുന്ന രോഗി എന്തും ചെയ്യും. അദ്ദേഹം മുറിക്കകത്ത് കയറി റെസ്റ്റ് എടുക്കുമെന്ന് പറയുന്നു. വോട്ടിട്ടു. നാഴികമണിന്ന് ഒരു സാധനം വെച്ച് 5 പാക്കറ്റ് മേയർ. അതില് 4 സിഗരറ്റ് മാത്രമുള്ളതിനെ എടുത്തിട്ട് അന്ന് വെച്ചു. എന്നിട്ട് അതിലൊരു സിഗരറ്റ് എടുത്ത് കത്തിക്കുമ്പോൾ കഥ തീരും. ഈ കഥ എങ്ങനെയുണ്ട് ഞാൻ ചോദിക്കുന്നു. അതാണ് കഥാരചനയുടെ ഒരുപാട് വ്യതിരിക്തമായ വഴിത്താരകളിലൂടെ കഥാകൃത്ത് സഞ്ചരിക്കുകയും നമ്മളെ കൊണ്ടുപോവുകയും ചെയ്യുന്നതിന്റെ നിത്യനൂതനമായ ആ രീതിയാണ്. കരിമ്പിച്ച് എന്ന് പറയുന്ന കഥയില് ഒരു കുട്ടി, നമ്മൾ ഒളിവർ ടെസ്റ്റ് വായിച്ചവരാണ്, പാരിസ് അക്കാഡമി അല്ലെ? പാരിസ് അക്കാഡമിയിൽ ഈ കുട്ടികളെ പോക്കറ്റ് അടിപ്പിക്കാൻ പഠിപ്പിക്കും.
അപ്പൊ അവിടെ എടുക്കുന്ന കുട്ടികൾക്ക് ഒരു എൻട്രൻസ് ടെസ്റ്റ് ഉണ്ട്. അവരുടെ വിരലുകൾ ലോലമായ വിരലുകളായി എന്ന് പറഞ്ഞാൽ വളരെ മൃദുവായ പൂ പോലത്തെ സ്പർശമായി. എങ്കിലേ എല്ലാവരുടെയും പോക്കറ്റിൽ ഇരിക്കുന്ന സാധനത്തിൽ ഈ വിരല് കയറുമ്പോൾ അവൾ അറിയരുത്. ഒരിടം വിരലുമായിട്ട് പോയി കഴിഞ്ഞാൽ അപ്പോഴേ അർത്ഥം. അപ്പൊ അതേപോലെ ഒരു കുട്ടി മോഷണത്തിലേക്ക് എന്തുകൊണ്ട് മാറും? ബിഷപ്പിന്റെ ശത്രുവാണ് മോഷണം. വിപരീത പദമാണ് മോഷണം. ബിഷപ്പിന്റെ ഈസ് പോവർട്ടി എ ക്രൈം എന്ന് ചോദിച്ചത് ദസ്തയേവ്സ്കിയാണ് അല്ലെ? കുറ്റവും ശിക്ഷ. ഈ പശിയാണ് ഏറ്റവും വലിയ വേദാന്തം. ഈ കുട്ടിയെ എടുത്തു വളർത്തുന്ന ഒരാളുണ്ട്, അയാളുടെ പേര് ചെല്ലപ്പൻ. അയാൾക്കൊരു വിശേഷണമുണ്ട്. അയാളൊരു ചട്ടപ്പിയും ഇന്നത്തെ കാലത്ത് പറയുകയാണെങ്കിൽ ഗൂഢയൊക്കെയാണ്. തെരുവിൽ ജനിക്കുകയും തെരുവിൽ വളരുകയും തെരുവിൽ ജീവിക്കുകയും തെരുവിൽ ഭരിക്കുകയും ചെയ്യുന്ന വിഭാഗത്തിന്റെ പ്രതിനിധിയാണ് ഒറ്റയൻ ചെല്ലപ്പൻ. ഗുണ്ടകൾക്ക് അങ്ങനെ ചില വിശേഷങ്ങളുള്ളത്. ഒറ്റയൻ ചെല്ലപ്പൻ കൂടെ കൊണ്ട് നടക്കുന്ന ഒരു പയ്യനാണ് ഈ പയ്യൻ. ഒറ്റയൻ ചെല്ലപ്പൻ ഒരു പറ്റനാണ്. പക്ഷെ ഈ പയ്യനുണ്ടല്ലോ ഉന്നത കുലജാതനാണെന്ന് തോന്നിക്കും. വെളുക്കുമ്പോ തന്നെ ഉന്നത കുലജാതനായി കഴിഞ്ഞു. വെളുത്ത് തൊടുത്ത് നല്ല ചുവന്ന കവിളുകളോടെ നല്ല ചുരുണ്ട മുടിയുണ്ടായിരുന്നു. പറഞ്ഞിട്ടില്ല. അങ്ങനെയുള്ള ഒരു പയ്യൻ. അപ്പൊ ആളുകളൊക്കെ ചോദിക്കുന്നത് ഈ പയ്യനെ ഇങ്ങനെ കൊണ്ടു നടന്ന് ചീത്തയാക്കരുത്. അവനൊരു നല്ല നിലയും വിലയും ആരെങ്കിലും കൊള്ളാവുന്ന ആരെങ്കിലും ഏൽപ്പിച്ച് അവരെടുത്ത് വളർത്തിയാൽ വല്ല നിലയിലും വിലയിലാവും. ചെല്ലപ്പൻ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഈ നിലയും വിലയും എന്ന് പറഞ്ഞാൽ എന്താണ്? പിടിച്ചു പറയും. അപ്പൊ അയാൾ പറയും നിന്നെ പോലെ പിടിച്ചുപറിക്കാരനാവാതെ നിലയും വിലയും. അയാൾ പറയുന്നു നിലയും വിലയും എന്ന് പറഞ്ഞാൽ പിടിച്ചു പറയല്ലേ, കൊലപാതകങ്ങളല്ലേ. വലിയ ആളുകൾ എന്താ ചെയ്യുന്നത്? പിടിച്ചു പറയാണ്. ആശുപത്രി മുതലാളി പിടിച്ചു പറയാണ്. അതിന് വേറെ ആരെ ഏൽപ്പിക്കേണ്ട കാര്യമില്ലല്ലോ എന്ന് പറയുന്ന ചിലപ്പോൾ ചില സമയത്ത് വളരെ ഫ്രീ ആകുമ്പോൾ, മനസ്സ് ഫ്രീ ആകുമ്പോൾ, വളരെ നല്ല മൂഡിലാകുമ്പോൾ അദ്ദേഹം ഇങ്ങനെ മലർന്ന് കിടന്നിട്ട് ഈ പയ്യനെ അടുത്ത് വിളിച്ചിട്ട് പറയുന്നതാ ഒരുപാട് പണക്കാരുണ്ട്, ഒരുപാട് നേതാക്കന്മാരുണ്ട്, അവർക്ക് കാറുണ്ട്, മണിമാളികളുണ്ട്, എല്ലാ ജീവിത സൗഭാഗ്യങ്ങളും ഉണ്ട്. പക്ഷെ അവർക്ക് അത് മാത്രമേ ഉള്ളൂ. നമുക്കിതെല്ലാം അവർക്ക് വന്ന് ഈ നിലാവുള്ള രാത്രിയിൽ ഈ ആൽത്തറയിൽ ഇങ്ങനെ കിടക്കുമ്പോൾ കാണുന്ന അനന്തകോടി നക്ഷത്രങ്ങളെ കാണുവാൻ കഴിയുമോ? കഴിയില്ലല്ലോ. ഇതെല്ലാം നമുക്കുള്ളതാണ്. വേണമെങ്കിൽ നമുക്ക് അവർക്കുള്ളതും എടുക്കാം, നമുക്കെടുക്കാം, അവർക്കെടുക്കാൻ പറ്റില്ല, അകത്തായിരിക്കും. അപ്പോ നമ്മളാണ് ഭാഗ്യവാന്മാർ എന്ന് പറയുന്ന ചെല്ലപ്പന്റെ വേദാന്തത്തിൽ അയാൾ അപ്രതീക്ഷിതമായി ഈ പയ്യനോട് ഞാൻ വെളുപ്പാങ്കാലത്ത് വരാൻ നീ കിടന്നോ എന്ന് പറഞ്ഞ് എവിടെയെങ്കിലും കൊണ്ട് കിടന്നു കാണും, കടവരാന്തിയിൽ. അയാൾ തിരിച്ച് ഒരു ദിവസം ഇതുവരെ പറഞ്ഞിട്ട് പോയിട്ട് വന്നില്ല. അവനാകെ വിഷമമായി. രാവിലെ അദ്ദേഹം ഒരു പൊതി പലഹാരമായിട്ടുണ്ട്. അന്ന് ആ പലഹാരം കിട്ടിയില്ല. അവനാകെ വിഷമത്തിലായിട്ട് അവനിങ്ങനെ കിടക്കുമ്പോൾ ആരോ ഒന്ന് തട്ടി വിളിച്ചു, നീ ചെല്ലപ്പന്റെ ആരാ മോനല്ലേ? ചെല്ലപ്പന ഒരു ആക്സിഡന്റ് ഉണ്ട്. അവൻ നിലവിളിച്ചുകൊണ്ട് ആശുപത്രിയിലേക്ക്. കുറച്ചു കഴിഞ്ഞ് പോലീസുകാരെന്ന് പറഞ്ഞു ചെല്ലപ്പൻ മരിച്ചു, ചെല്ലപ്പൻ നഷ്ടപ്പെടുകയാണ്, ഇനിയുള്ള അവന്റെ അനാഥമായി. നോക്കണം, ഞാൻ ചുവന്ന പുടയുമായി വരുന്ന ആളിന്റെ കഥ. അത് കഴിഞ്ഞ് പരസ്യറാമുവിന്റെ ചെല്ലപ്പന്റെ പല പര്യവസാനങ്ങളും അത്ര സുഖമല്ല, മധുരമല്ല എന്ന് പറയുന്ന വേറൊരു കഥയിൽ ഒരു പ്രൊഫസർ, മലയാളം അധ്യാപകൻ, മലയാളം പ്രൊഫസർ, അദ്ദേഹം ഇങ്ങനെ ജൂബയൊക്കെ ധരിച്ച് വെള്ളി തലമുടിയൊക്കെ ചീകി വെച്ച് ശുഭ്രവസ്ത്രം ധരിച്ച് മലയാളത്തിൽ പ്രസംഗിക്കുകയും പ്രസംഗവേദികളിൽ പോയി ആളുകളെ ആകർഷിക്കുന്ന വിധത്തിൽ സംസാരിക്കുകയും കവിത എഴുതുകയും ഒക്കെ ചെയ്യുന്ന ആരാധ്യനായ മലയാളത്തിലെ ഒരു സെലിബ്രിറ്റി. അയാൾ മുമ്പ് പഠിപ്പിച്ച ഒരു പെൺകുട്ടി ലാസ്യ എന്നാണ് അവളുടെ പേര്. അപ്പോ അവൾക്ക് അയാളെ വലിയ ഇഷ്ടമായി. മലയാളത്തിൽ കവിത എഴുതുന്നു, മലയാളത്തിൽ നല്ല രസകരമായി സംസാരിക്കുന്നു. ഒരു യാത്രക്കിടയിൽ എല്ലാവരും കുന്നു കയറുമ്പോൾ ലാസ്യ ഒരു പുഴയോരത്ത് ഈ മാഷുമായിട്ട് അല്പസമയം രസകരമായി സംസാരിച്ചിരുന്നപ്പോൾ മാഷല്ലാതാവുകയും അദ്ദേഹം മനുഷ്യനല്ലാതാവുകയും അദ്ദേഹം മൃഗമാവുകയും ചെയ്തു. അതിനുശേഷം
അവളുടെ മുഖം ഒരിക്കലും തെളിഞ്ഞിട്ടില്ല. സുഹൃത്തിന്റെ മകളെന്തോ അവൾക്ക് പുതിയ ആലോചനകൾ വരും. ഇദ്ദേഹത്തിന്റെ സുഹൃത്താണ് അവളുടെ പിതാവ്. അദ്ദേഹം പറയുന്നത് അവളെ സമ്മതിക്കുന്നില്ല, കാനഡയിൽ നിന്നുള്ള ആലോചനയാണ്, മാഷൊന്ന് ഉപദേശിക്കണം. ആര് ഉപദേശിക്കണം? മാഷൊന്ന് ഉപദേശിക്കണം. മാഷ് പറഞ്ഞാൽ അവൾ കേൾക്കും. മാഷ് അന്നത്തെ ഷോക്കിൽ നിന്ന് മാറിയിട്ടില്ല. അപ്രതീക്ഷിതമായി അദ്ദേഹത്തിന്റെ ഡോറ് തുറന്ന് അവൾ പ്രത്യക്ഷപ്പെട്ടു. അപ്പോഴും കറുത്ത മുഖം, അന്ന് മുൻമുടി പുഴയോരത്ത് വെച്ച് കറുത്ത മുഖം ഇപ്പോഴും എടുത്തിട്ടില്ല. അദ്ദേഹം അല്ലാതെ സ്ട്രക്കായി. അദ്ദേഹം പറഞ്ഞു, അഭിഷേകം മാറ്റാൻ വേണ്ടി പറഞ്ഞു, ചായ എടുക്കട്ടെ. കേട്ടാ ആ കല്യാണത്തിന് സമ്മതിക്കാത്തതെന്താ? ഒരിക്കൽ കളങ്കിതയായതുകൊണ്ടാണ്. അവള് പറഞ്ഞു, ആരും ഇത്രയും അക്രമോത്സുകതയോടെ ആരും ഇങ്ങോട്ട് വരും. ഒരു വണ്ട് പോലും, അതാണ് എനിക്ക് ഇഷ്ടം, ഒരു വണ്ട് പോലും പൂവിന്റെ സമ്മതം ചോദിക്കും. ആകാമോ അത് ചോദിക്കും. അതിനാണ് അതിങ്ങനെ മുരണ്ട് പറക്കുന്നത്. ഇത് എന്തൊരു വണ്ടായിരുന്നു. മാഷാണ് അദ്ദേഹം വല്ലാതെ വിഷമിച്ചിരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ രക്ഷയില്ല. അദ്ദേഹം എഴുന്നേറ്റ് അവരുടെ കാൽക്കൈ നമസ്കരിക്കാൻ തുടങ്ങി. മാഷ് വേദാന്ത പാരംഗതനാണ്. മാഷ് നമസ്കരിക്കാൻ പോയപ്പോ പറഞ്ഞു, അധവനാണ് മാഷെങ്കിലും മാഷ് ശിഷ്യയുടെ കാലിൽ നമസ്കരിച്ചു. ആദ്യം ശ്രദ്ധിച്ചു, അധവനായ മാഷാണെന്നറിയാം, എങ്കിലും എന്റെ കാലിൽ നമസ്കരിക്കേണ്ടെന്ന് പറഞ്ഞു. അവൾ ഇറങ്ങി പോകുമ്പോൾ ഒരിളങ്കാറ്റ് വീശുമ്പോൾ നീലചെറുവുകൾ വല്ലാതെ ചഞ്ചലമാകുമ്പോൾ അവൾ പോവുകയാണ്. മാഷ് അവളുടെ പോക്ക് കണ്ട നീലവിരികളിൽ നോക്കി നിന്നിട്ട് തിരിയുമ്പോൾ അവളുടെ ഹാൻഡ് ബാഗ് കണ്ടിട്ട് ഇത് കൊടുക്കണോ? അവളെ വിളിക്കാനായിട്ട് തുടങ്ങുമ്പോൾ ഹാൻഡ് ബാഗിൽ നിന്ന് ഒരു കറുത്ത സാധനം പുറത്തേക്ക് നീങ്ങി നിൽക്കുന്നു. അത് കൈത്തോക്കായി. ഇയാളെ തട്ടാൻ വന്നതായിരിക്കും. പിന്നെ ആ കാര്യത്തൊക്കെ മുഴുവനും ആ ദയനീയ രംഗങ്ങളൊക്കെ കണ്ടിട്ട് കോപ്പോടെ വിട്ടിരിക്കുകയാണ്. വളരെ വ്യത്യസ്തമായ കഥ. നീ ഒരുപാട് കഥകളിലേക്ക് പറയണമെന്ന് അവരിങ്ങനെ കളിയാക്കിക്കൊണ്ടിരിക്കും. അച്ഛൻ തിരിച്ചു പോകും, ചോദിച്ചെന്നാണ് തുടങ്ങുന്നത്, ഞാൻ പൊയ്ക്കോളാം. അവൻ ആരെയൊക്കെ ഫോൺ ചെയ്യും. എന്നാലും ഞാൻ ആ ഭാഗം കടത്തിയിട്ട് ആ പുഴയുടെ ആ സൈഡും പാലവും ഒക്കെ കടത്തിട്ട് അതാണ് പിതർ മത്സര്യം, പിതൃ മനസ്സം. അവിടെ പോയിട്ട് ഞാൻ പോയി. ഇവരിങ്ങനെ വളരെ നെഞ്ചുവിരിച്ച് നടന്നു പോവാണ്. അച്ഛന് ചെറിയ ചുമയും കാര്യങ്ങളൊക്കെ ഉണ്ട്. വയസ്സായി, കാണുമെന്ന് നിനക്ക് 24 വയസ്സായി. എന്റെ പ്രായത്തിൽ ഞാൻ 4 പേര് അറിയുന്ന ആളായി. പെട്ടെന്ന് അവിടെ നിന്ന് എങ്ങനെ കാണുമെന്ന് ശരിയായി അല്ലേ? 24 വയസ്സിലായി. ഞാൻ തമര് സജിയായി. തമര് സജി എന്ന് പറഞ്ഞാൽ ഒരു എഫക്റ്റാണ്. അച്ഛന് മനസ്സിൽ പറയും, ഡോക്ടർ ആക്കണമെന്ന് വിചാരിച്ചു, എഞ്ചിനീയറെങ്കിലും ആക്കണമെന്ന് വിചാരിച്ചു. അവൻ തമര് സജിയായി. ഒരു ഘട്ടത്തിൽ എത്തിയപ്പോ അവൻ പറഞ്ഞു, ആരെയൊക്കെ ഫോൺ ചെയ്യുന്നവരോടെ വണ്ടി കൊണ്ടുവരുന്നു. അദ്ദേഹം തിരിച്ചു വന്നു. വളരെ പ്രയാസപ്പെട്ട് തിരിച്ചു വന്നപ്പോ അമ്മ ഉറങ്ങാതെ. അദ്ദേഹം എന്നിട്ട് തേയില എന്തോ ഇടാന്ന് പറഞ്ഞു. വിട്ടു. 2 പേര് കുടിച്ചു. രാത്രി പാതിരാത്രി അങ്ങ് കഴിഞ്ഞ് 2-3 മണിയായി. വേണേ കിടന്നുറങ്ങാം. പക്ഷെ അദ്ദേഹം പറഞ്ഞു, ഞാൻ ഏതായാലും കിടക്കുന്നില്ല. ആ കെട്ടിടത്തിന് വെള്ളം ഒഴിച്ചിട്ടില്ല. മോൻ വയ്ക്കുന്ന കെട്ടിടം വാർത്തിട്ടില്ല. അപ്പൊ ഇതിനിടയ്ക്ക് ഒരാൾ അവനെ വിളിച്ചു, ഇവിടെ നീ ആ കൊട്ടേഷൻ എടുത്തോ? എത്ര രൂപയ്ക്ക് എടുത്തു? പറഞ്ഞു, 5 രൂപയ്ക്കാണ് എടുത്തത്. ആ എന്റെ അടുത്ത് കള്ളൊന്നും പറയല്ലേ. നീ തട്ടാൻ പോകുന്നത് അടുത്ത തെരഞ്ഞെടുപ്പിൽ ജയിച്ച് മന്ത്രിയാകാൻ പോകുന്ന ഒരാളെ. വെറുതെ വാവളന്തരായിട്ട് റോഡിന്റെ സൈഡിൽ കിടന്ന് ഉറങ്ങുന്നവരെ തട്ടുന്നതിന് 8 ലക്ഷം. അപ്പൊ ഒരു അഭിനവ മന്ത്രിയെ, നിയുക്ത മന്ത്രിയെ തട്ടുന്നതിന് നീ കോടിക്കണക്കിന് രൂപ നീ വാങ്ങിച്ചിട്ടുണ്ട്. എനിക്കതിന്റെ 25% വേണം എന്ന് പറഞ്ഞാൽ ഞാൻ ഫോൺ വിളിക്കും. അപ്പൊ ഇയാള് പറയുന്നു, ഞാന് ഇത്തിരി കൊല്ലാക്കാലമായതുകൊണ്ട് ഈ ചെറിയ റേറ്റിന് എടുത്തു. കാര്യം കെട്ടിടം ആദ്യത്തെ നില ഒരു വാക്കില്ലല്ലോ, പൈസയ്ക്ക് ആവശ്യം. ആ കെട്ടിടത്തിന് വെള്ളം ഒഴിക്കാൻ രാത്രി വെള്ളം ഒഴിച്ചിട്ട് വന്ന് ഉറങ്ങാതെ ചുമച്ച് കിടക്കുമ്പോൾ അവന്റെ ആൾക്കാരത് ചെയ്തു. തമര സജിയുടെ ആൾക്കാരത് ചെയ്തു. അയാള് അവരെയൊക്കെ എല്ലാം നിർദ്ദേശങ്ങൾ കൊടുത്തു, കാശ് കൊടുത്തു, വിട്ടു. അത് കഴിഞ്ഞ് മനസ്സൊന്ന് സ്വസ്ഥമാകാൻ വേണ്ടി വരുന്ന വഴിക്ക് ഒരു മദ്യശാലയിൽ കയറി, ഒരു വലിയ ബാറിന്റെ കുടിലിൽ കയറി എന്നാണ് പറയുന്നത്.
കോട്ടയിൽ കയറി മദ്യപിച്ചിട്ട് തിരിച്ചു വന്ന് വരുമ്പോൾ അച്ഛൻ്റെ കയ്യിൽ ഒരു പൊതി കൊടുത്തു. ആ പൊതി എന്നറിയാൻ മരുന്നുകളാണ്. അച്ഛൻ കഴിക്കേണ്ടത്, അമ്മ കഴിക്കേണ്ടത്. മരുന്ന് തീർന്നത് എന്നോട് പറയണ്ടേ? ഞാൻ ഇന്നലെ നോക്കുമ്പോഴാണ് പലതും തീർന്നിരിക്കുന്നത്. മരുന്ന് കൊടുത്തിട്ട് രണ്ടുപേരും കിടന്നുറങ്ങിയില്ല അല്ലേ? വെറുതെ അസുഖങ്ങൾ വരച്ചു. ഒരു ചായ ഇടൂ, ഒരു തേയില ഇടൂ. അമ്മ തേയില ഇട്ട് അച്ഛനും മകനും കൊടുക്കുമ്പോൾ അവർ മുഖാമുഖം നോക്കിയിരുന്ന് ആ തേയില കുടിച്ചെടുക്കുമ്പോൾ ഒരു ഫോൺ വരുന്നു. പത്ര ഓഫീസിൽ നിന്ന് ഫോൺ വന്നു. അവർ വിവരമാകുന്നു. ഇയാൾ പറയുന്നു, അത് ഏതോ ഇപ്പൊ ഈ പുതിയ പാർട്ടികള് സ്റ്റൈല് മാറിയൊക്കെ ചെയ്യും മറ്റവനെ പിടിക്കാൻ വേണ്ടി. അതുകൊണ്ട് സൂക്ഷിച്ചൊക്കെ അറിഞ്ഞിട്ട് വേണം എഴുതാൻ. ഓക്കെ, അറിഞ്ഞിട്ട് വേണം എഴുതാൻ എന്ന് പറഞ്ഞ് വെച്ചിട്ട് അവന് കിടക്കാൻ പോവുക. ഒരു ഫോണും കൂടെ പ്രതീക്ഷിച്ചുകൊണ്ടാണ് കിടക്കാൻ പോകുന്നത്. ആ ഫോൺ പോലീസ് സ്റ്റേഷനിൽ നിന്നുള്ള ഫോൺ. അവര് പറയെ ഇവിടെ വിളിക്കണമെന്ന്. ഇനി കഥകളിൽ ഭിന്ന ഭിന്നങ്ങളായ രുചിഭേദങ്ങളുള്ള കഥകൾ ഈ മനോഹരമായ എഴുതിയതെല്ലാം പരസ്യ പലകയും പതിക്കണം എന്ന് അദ്ദേഹം ആഗ്രഹിച്ചു. ചിലതൊക്കെ പതിഞ്ഞു. ജീവിതത്തിന്റെ ഈ വസന്തകാലത്ത്, അങ്ങനെ ഞാനത് പറയുന്നു, ഈ വസന്തകാലത്ത് അദ്ദേഹം തന്റെ കഥകളെ സെലക്ട് ചെയ്ത് പ്രാതിനിധ്യ സ്വഭാവമുള്ള കഥകളെ അവതരിപ്പിക്കുന്നു, സമാഹാരമായി ഇറക്കുന്നു. വേണമെങ്കിൽ അദ്ദേഹത്തിന് നല്ല പേരിടാൻ. എന്തെല്ലാം പേരുകൾ! അതായത് പഞ്ചശരത്തിലെ ഒരു ചാപ്റ്റർ അല്ലെങ്കിൽ ഒരു ഖണ്ഡിക വായിച്ചാൽ നിങ്ങൾക്ക് അദ്ദേഹത്തിന്റെ പദ വിന്യാസ സാമർഥ്യം മനസ്സിലാവും. എത്ര നല്ല പേരുകളാണ്. പക്ഷെ അദ്ദേഹം ഇട്ടത് ഇരവിയുടെ കഥ. ഇതിലൊരു 2 ഗുസ്തിക്കാരുടെ കഥയുണ്ട്. പറയേണ്ട കഥയായിരുന്നു. സമയക്കുറവിനെ അതങ്ങ് വിടുന്നു. ഇരവിയുടെ കഥ അങ്ങനെ മതി. ഇരവിയുടെ കഥകൾ എന്ന് കേൾക്കുമ്പോൾ പുസ്തകം വാങ്ങുന്നവർ വാങ്ങിച്ചാൽ മതി, വായിക്കുന്നവർ വായിച്ചാൽ മതി എന്നുള്ള ധാർഷ്ട്യം, ഒരു എഴുത്തുകാരന്റെ മിനിമം ധാർഷ്ട്യം. അത്രയും ഇല്ലെങ്കിൽ അയാൾ എഴുത്തുകാരനാവില്ല. അത് ധാർഷ്ട്യം എന്നല്ല വിളിക്കേണ്ടത്, ആത്മവിശ്വാസം. ആ ആത്മവിശ്വാസത്തോടെ ഇരവിയുടെ കഥകൾ എന്ന ഈ പുസ്തകം പുറത്തിറക്കിയിരിക്കുന്നു. അതിനെക്കുറിച്ച് ചർച്ച വേറെയും നടന്നിരിക്കുന്നു. ഇന്ന് അതിനെക്കുറിച്ചുള്ള വീണ്ടും അരങ്ങേറിയ ചർച്ചയാണ്. ഈ ചർച്ചയിൽ ഞാൻ സംസാരിച്ചത് ആ കഥകളെ കുറിച്ചാണ്. കഥയുടെ അനവധ്യ സുന്ദരമായ ഭംഗികളെ കുറിച്ചാണ്, നവങ്ങളായ അതിന്റെ അന്തരീക്ഷ വൈഭവത്തെ കുറിച്ചാണ്, അതിന്റെ ചാരുതയെ കുറിച്ചാണ്, വിധാനങ്ങളെ കുറിച്ചാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരിക്കൽ കൂടി നിങ്ങളുടെ ഈ പുസ്തകം ഉണ്ടാകുന്ന ഞാൻ വിശ്വസിക്കുന്നു. ഒരിക്കൽ കൂടി ഞാൻ ഈ പറഞ്ഞതിന്റെ പശ്ചാത്തലത്തിൽ ആ കഥകളെ വായിച്ചു നോക്കുക. ആ കഥകൾ നിങ്ങളുടെ മനസ്സിൽ മർമ്മരം പെയ്യുകയും മനസ്സിന്റെ ഓരങ്ങളിൽ വന്ന് ഉരസുകയും ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് ഈ ചർച്ചയിൽ ഈ പുസ്തകത്തെ സാഭിമാനം അവതരിപ്പിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ചുരുക്കുന്നു.